നമ്മളൊന്ന് ശേരി വെച്ചിട്ട് ഒരു അറബിച്ചോറാണ് ഉണ്ടാക്കുന്നത്. തഹ്തല്ലേശ് എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ ശേരി കട്ട് ചെയ്ത് ലെമൺ ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അതിൻ്റെ സ്മെല്ലും ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട്. 2 ഗ്ലാസ് ബസ്മതി റൈസ് 1 മണിക്കൂർ സോക്ക് ചെയ്തിടുക. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായത് 2 സവാള, 2 ടൊമാറ്റോ, 3 പച്ചമുളക്, കറിവേപ്പില, ഒരു വെളുത്തുള്ളി. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, 2 ഡ്രൈ ലെമൺ കട്ട് ചെയ്തത്. മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പിടുക. നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകിയപ്പോൾ കുറച്ചിട്ടാൽ മതി. നമുക്കൊന്ന് ലൈറ്റായിട്ട് പൊരിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് മീൻ നമുക്ക് കിട്ടും. നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ബേ ലീവ്സ്, 5-6 ഏലക്കായി, കുറച്ച് ഗ്രാമ്പു. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ അരിയിട്ട് കൊടുക്കാം. നമുക്ക് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ നമ്മൾ മീൻ പൊരിച്ച എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഉള്ളി നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ ബാക്കി ലെമണ്, ഗാർലിക്ക്, പച്ചമുളക്, കറിവേപ്പില. തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി നമുക്ക് വല്ലാതെ ഉടയാൻ പാടില്ല. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അറബി മസാല, മഞ്ഞൾപ്പൊടി. ഇതധികം മസാല ഒന്നും വേണ്ട. ഈ 2 ഐറ്റം മസാല മാത്രം മതി. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമുക്ക് ഊറ്റിയെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് മസാല നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാണെന്നില്ല നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം. പൊരിച്ച് വെച്ച മീൻ നൈസായിട്ട് ഇവിടെ ഇറക്കി വെക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മല്ലിയില ഗാർണിഷ് ചെയ്യണം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മാക്കും. മാഷാഅല്ലാഹ്.